രാജ്യവ്യാപകമായ പ്രക്ഷോഭം ഒരു ഭാഗത്ത്, അതായത് സെബി അഡാനി ഇഷ്യൂവിൻ്റെ പുറത്ത് രാജ്യം കണ്ട ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഏറ്റവും ശക്തമായ അഴിമതിക്കെതിരായിട്ടുള്ള വലിയ അഴിമതിക്കെതിരായിട്ടുള്ള ഉജ്ജ്വലമായ പോരാട്ടമായിരിക്കും ദേശവ്യാപകം. 22-ാം തീയതി തുടക്കം കുറിക്കും. 22-ാം തീയതി എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഓഫീസുകൾ മാർച്ച് നടത്തി ഘരാവോ ചെയ്യും. 10,000-കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ. ഇതാണ് തീരുമാനം. എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. JPC എൻക്വയറി, കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ JPCയെ പേടിക്കുന്നത്? ഇതിപ്പം കൃത്യമായിട്ടും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ് ആരാണ് യഥാർത്ഥ കുറ്റവാളി. ഗവൺമെൻറ് ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്താ മൗനം പാലിക്കുന്നത്? അന്വേഷിക്കാൻ ഏൽപ്പിച്ച ആൾ തന്നെ പ്രതിയായിട്ടിരിക്കുന്നൊരു അവസ്ഥ. എന്നിട്ടും സർക്കാരും മിണ്ടുന്നില്ല. ഇത് അവരുണ്ടാക്കുന്ന നാഷണൽ നെറേറ്റീവാണ്. ഒരു രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എതിരായിട്ടാണ് കോൺഗ്രസ്. രാജ്യത്തെ സമ്പദ്ഘടനയെ ഞങ്ങൾ സമ്പദ്ഘടനയെ തകർക്കാൻ, സമ്പദ്ഘടനയെ രക്ഷിക്കാനാണ് കോൺഗ്രസും ഇന്ത്യ സഖ്യവും നിൽക്കുന്നത്. സമ്പദ്ഘടന എന്ന് പറഞ്ഞാൽ അദാനിയുടെ സമ്പദ്ഘടനയല്ല. ഇന്ത്യയുടെ സമ്പദ്ഘടന പറഞ്ഞാൽ അദാനിയുടെ സമ്പദ്ഘടനയാണോ? ആ സമ്പദ്ഘടനയെ തകർക്കുന്നതിനെതിരായിട്ടുള്ള ശക്തമായ പോരാട്ടമായിരിക്കും. അതുകൊണ്ട് സെബി, എനിക്ക് മനസ്സിലാവുന്നില്ല, സെബി ചെയർപേഴ്സൺ ഒരു കൂസലുമില്ലാതെ തുടരുകയാണ് ആ പൊസിഷനിൽ. എന്തുകൊണ്ടൊരു അന്വേഷണം നേരിട്ടുകൊണ്ട് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് വരുന്നവരെ അവർക്ക് മാറി നിന്നുകൂടാ? ഈ ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. എന്ത് വന്നാലും ഗൂഢാലോചന, ദേശസുരക്ഷ, ഇവർക്കിഷ്ടമുള്ള ഒന്നോ രണ്ടോ മുതലാളിമാരെ രക്ഷിക്കേണ്ട ആവശ്യം വന്നാൽ അപ്പോഴൊക്കെ ഉപയോഗിക്കുന്ന വാചകമാണ് ദേശസുരക്ഷ, ഗൂഢാലോചന, രാജ്യത്തിനെതിരാണ്. ഇതൊന്നും ഇനി ചെലവാവില്ല. കൃത്യമായിട്ടും അന്വേഷണം വേണം. അന്വേഷണം നടത്തിയാൽ JPC അവരുടെ കമ്മിറ്റി ആയിരിക്കുമല്ലോ, ചെയർമാൻ അവരുടെ ആളായിരിക്കുമല്ലോ. പക്ഷേ രേഖകളെല്ലാം വരട്ടെ, മനസ്സിലാവട്ടെ. എന്തുകൊണ്ടാണ് ഒളിച്ചോടുന്നത് അന്വേഷണത്തിൽ നിന്ന്? ഈ ഉത്തരവർ പറയട്ടെ. അവർ പറയുന്നത് ഈ ഗൂഢാലോചന അന്വേഷിക്കട്ടെ എന്ന്. ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചന അവർ അന്വേഷിക്കട്ടെ, എന്നിട്ട് കണ്ടുപിടിക്കട്ടെ. ഒരു കുറ്റവും ചെയ്യാത്ത നേരെ ED പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ വല്ല കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷിച്ചിട്ട് കണ്ടുപിടിക്കട്ടെ, ED അന്വേഷിക്കട്ടെ. ശക്തമായ പരിപാടിയായിരിക്കും. സെബി ചെയർപേഴ്സണെ ശുപാർശ ചെയ്യുന്നത് ധനമന്ത്രാലയമാണ്. ഇക്കാര്യത്തിൽ ഇതുവരെയും ധനമന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് ധനമന്ത്രാലയമോ കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദ്യോഗിക വക്താക്കളോ ഒരക്ഷരം മിണ്ടുന്നില്ല. രാജ്യത്തെ ഏറ്റവും നടുക്കിയിട്ടുള്ള ഈ സംഭവം ഉണ്ടായിട്ടും അവരുടെ മൗനം വളരെ കുറ്റകരമാണ്. എന്തുകൊണ്ട് അവർക്ക് മിണ്ടാൻ പറ്റാത്ത അവസ്ഥയാണെന്നാണ് വ്യക്തമാക്കുന്നത്.